ഡിയർ സ്റ്റുഡൻസ്, പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിൻ്റെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ, ഈ അടുത്ത് നടന്ന മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ ആൻസർ കീ സഹിതം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് വീണ്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ തന്നെ പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിൻ്റെ എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ചാനലിൽ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലേലിസ്റ്റ് ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഓരോ ചാപ്റ്റർ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കൂടാതെ മുൻ വർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉൾപ്പെടെയുള്ള ക്ലാസ്സുകളും അതിൽ ലഭ്യമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളത് നമ്മുടെ 2 ഭാഗങ്ങളായിട്ട് പാർട്ട് 1 and 2 ആയിട്ട് ചാപ്റ്റർ വെയിറ്റേജ് ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടും തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമുക്കിനി ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ ദ എസൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഈസ്, മാനേജ്മെൻറ്റിൻ്റെ എസൻസ് എന്നറിയപ്പെടുന്നത് നമുക്കറിയാം കോർഡിനേഷനെയാണ് മാനേജ്മെൻറ്റിൻ്റെ എസൻസ് അഥവാ അന്തസത്ത എന്നറിയപ്പെടുന്നത്, അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ എന്നുള്ളതാണ്. ഇതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് ഏതാണെന്നുള്ളത് നോക്കുക. ഗ്യാങ് ബോസ്, റൂട്ട് ക്ലർക്ക്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ, അല്ലേ? അപ്പോൾ ഇതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് റൂട്ട് ക്ലർക്കാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫങ്ഷണൽ ഫോർമാൻഷിപ്പിൽ നമുക്കറിയാം പ്രൊഡക്ഷൻ ഇൻചാർജും പ്ലാനിങ് ഇൻചാർജും ഉണ്ടല്ലേ. അതിൽ പ്ലാനിങ് ഇൻചാർജിൻ്റെ കീഴിൽ വരുന്ന ക്ലർക്കാണ് റൂട്ട് ക്ലർക്ക്. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞിരിക്കുന്നത് സ്പീഡ് ബോസ്, ഗ്യാങ് ബോസ്, ഇൻസ്പെക്ടർ അതെല്ലാം പ്രൊഡക്ഷൻ ചാർജിൻ്റെ കീഴിൽ വരുന്നതാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്നത് റൂട്ട് ക്ലർക്കാണ്, മനസ്സിലാക്കുക. അടുത്തത് ദ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് വിച്ച് ബ്രിഡ്ജസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേർ വി ആർ ആൻഡ് വേർ വി വാണ്ട് ടു ഗോ. നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മൾ എങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, ആ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യുന്ന മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്, അല്ലേ? ആസൂത്രണത്തിലൂടെയാണ് നടക്കുന്നത്. ദെൻ ഐഡൻറ്റിഫൈ ദ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ദാറ്റ് ഗ്രൂപ്പ് സിമിലർ റിലേറ്റഡ് ജോബ് ടുഗദർ. ഒരേപോലുള്ള ജോബുകൾ അല്ലെങ്കിൽ ഗ്രൂപ്പിനെ ഒരുമിപ്പിക്കുന്ന ഓർഗനൈസേഷൻ, അത്തരത്തിലുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം ഫങ്ഷണൽ സ്ട്രക്ചറാണ്, അല്ലേ? ഓരോ ഫംഗ്ഷൻ്റെ അടിസ്ഥാനത്തിൽ ഫൈനാൻസ് ഫംഗ്ഷൻ, ഒപ്പം തന്നെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അങ്ങനെ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുമിപ്പിച്ചുകൊണ്ട് നമുക്ക് പല ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിനെയാണ് അത്തരത്തിലുള്ള ഓർഗനൈസേഷണൽ സ്ട്രക്ചറെ നമ്മൾ ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയും. ദെൻ ട്രെയിനിങ് ഗിവൺ ഔട്ട്സൈഡ് ദ വർക്ക് പ്ലേസ് ഈസ് നോൺ ആസ്. നമ്മൾ ട്രെയിനിങ് നമ്മൾ വർക്ക് പ്ലേസിന് പുറത്ത് വെച്ച് നൽകുമ്പോൾ അതിന് ഓഫ് ദി ജോബ് ട്രെയിനിങ് എന്നാണ് പറയപ്പെടുന്നത്, അല്ലേ? ഓഫ് ദി ജോബ് ട്രെയിനിങ് എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ഡയറക്റ്റിംഗ്. ഡയറക്റ്റിങ്ങിലെ എലമെൻറ്റ് ഏതൊക്കെയാണ്? മോട്ടിവേഷനാണ്, കമ്മ്യൂണിക്കേഷനാണ്, സൂപ്പർവിഷനാണ്, അല്ലേ? അപ്പോൾ എല്ലാം ആണല്ലേ. ഓൾ ഓഫ് ദി എബോവ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ ഐഡൻറ്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു കൺട്രോളിങ്. കൺട്രോളിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? കൺട്രോളിങ് ഈസ് ഫോർവേഡ് ലുക്കിംഗ്, അല്ലേ? കൺട്രോളിങ് ഫോർവേഡ് ലുക്കിംഗ് ആണ്, അപ്പോൾ അത് ശരിയാണ്. കൺട്രോളിങ് ഈസ് ബാക്ക്വേഡ് ലുക്കിംഗ്, ബാക്ക്വേഡ് ലുക്കിങ്ങുമാണ്, മുൻകാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരും. ദെൻ കൺട്രോളിങ് ഈസ് വൺ ടൈം ഫംഗ്ഷൻ. കൺട്രോളിങ് ഒരു വൺ ടൈം ഫംഗ്ഷൻ അല്ല, കൺട്രോളിങ് നമുക്ക് വീണ്ടും ആവശ്യമാണല്ലേ, ഒരിക്കൽ മാത്രം നടത്തുന്നതല്ല. കൺട്രോളിങ് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ആവശ്യമുണ്ട്. കൺട്രോളിങ് ഈസ് പെർവാസീവ് ഫംഗ്ഷൻ, എല്ലാ സ്ഥലത്തും കൺട്രോളിങ് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ആൻസറായിട്ട് വരുന്നത് കൺട്രോളിങ് ഈസ് വൺ ടൈം ഫംഗ്ഷൻ എന്നുള്ളതാണ്. കൺട്രോളിങ്ങിനെ സംബന്ധിച്ച് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദ്യം, അല്ലേ? ദെൻ ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ ദി ഡേ ടു ഡേ വർക്കിംഗ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഡേ ടു ഡേ വർക്കിങ്ങിന് വേണ്ടി ആവശ്യമായിട്ട് വരുന്ന ക്യാപിറ്റൽ വർക്കിംഗ് ക്യാപിറ്റലാണ്, അല്ലേ? ദെൻ ക്ലോത്ത്സ്, ഷൂസ്, ജ്വല്ലറി ആർ എക്സാമ്പിൾസ് ഓഫ്. ക്ലോത്ത്, ഷൂസ്, ജ്വല്ലറി, പത്രത്തിലെ ഐറ്റംസ് ഒക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഏത് തരത്തിലുള്ള ഗുഡ്സ്, അല്ലെങ്കിൽ ഷോപ്പിംഗ് ഗുഡ്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്, അല്ലേ? കാരണം എന്താണ്, കുറേ സമയമെടുത്താണ് നമ്മൾ ഈ തുണി വാങ്ങിക്കാൻ പോയാലും ഷൂ വാങ്ങിക്കാൻ പോയാലും ജ്വല്ലറി വാങ്ങിക്കാൻ പോയാലും കുറേ സമയമെടുത്താണ് നമ്മൾ നമ്മുടെ വാങ്ങൽ പൂർത്തിയാക്കുന്നത്, അല്ലേ? പത്രത്തിലുള്ള ഗുഡ്സിനെ ഷോപ്പിംഗ് ഗുഡ്സ് എന്നാണ് പറയുന്നത്. അടുത്തത് വാട്ട് ഈസ് കോർഡിനേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോർഡിനേഷൻ എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ കോർഡിനേഷൻ നമ്മൾ ആദ്യം പറഞ്ഞു, കോർഡിനേഷൻ ദി എസൻസ് ഓഫ് മാനേജ്മെൻറ്റ്, അല്ലേ? പക്ഷേ എന്താണ് കോർഡിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ എഴുതാൻ പഠിച്ചിരിക്കണം. കോർഡിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക, കോർഡിനേഷൻ ഈസ് ഓർഡർലി അറേഞ്ച്മെൻറ്റ് ഓഫ് ഡിസിമിലർ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ടു അറ്റൈൻ ദ കോമൺ ഗോൾസ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ കോമൺ ഗോൾ നേടുന്നതിന് വേണ്ടി നമുക്ക് ഗ്രൂപ്പുകൾ തിരിച്ചുകൊണ്ട് ഡിസിമിലർ ആയിട്ടുള്ള ഗ്രൂപ്പുകളെ നമ്മൾ ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകുന്ന അറേഞ്ച്മെൻറ്റിനെയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇത് എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾ കോർഡിനേഷൻ എന്ന രീതിയിൽ പഠിച്ചു വെച്ചിരിക്കുന്ന മറ്റേതെങ്കിലും ടെക്സ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കസ്റ്റമൈസ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അത് സോഷ്യൽ എൻവയറമെൻറ്റിൻ്റെ എക്സാമ്പിളാണ്, അല്ലേ? നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ ഏത് എൻവയറമെൻറ്റാണ്? ഇലക്റ്റഡ് ഗവൺമെൻറ് ഏത് എൻവയറമെൻറ്റാണ്? ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് എക്കണോമിക് എൻവയറമെൻറ്റിലാണ് വരുന്നത്, അല്ലേ? എക്കണോമിക് എൻവയറമെൻറ്റ്. ഇലക്റ്റഡ് ഗവൺമെൻറ് എന്ന് വെച്ചാൽ അത് പൊളിറ്റിക്കൽ എൻവയറമെൻറ്റിലാണ് വരുന്നത്, അല്ലേ? എക്കണോമിക് എൻവയറമെൻറ്റും പൊളിറ്റിക്കൽ എൻവയറമെൻറ്റും. അടുത്ത വാട്ട് ഈസ് പ്ലാനിങ് പ്രമീസസ്. പ്ലാനിങ് പ്രമീസസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം പ്ലാനിങ് ഈസ് ഡൺ ഫോർ ഫ്യൂച്ചറിനെ കുറിച്ചാണ് പ്ലാൻ ചെയ്യുന്നത്. വിച്ച് ഈസ് അൺസർട്ടൺ,
ഫ്യൂച്ചറിൻ്റെ പ്രത്യേകത അത് അൺസർട്ടനിറ്റി, അനിശ്ചിതത്വം ഉണ്ടെന്നുള്ളതാണ്. സർട്ടൺ അസംഷൻസ് ആർ മെയ്ഡ് അബൌട്ട് ദ ഫ്യൂച്ചർ എൻവയറമെൻറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് ചില അസംഷൻസ്, സങ്കല്പങ്ങൾ എടുക്കും. ആ സങ്കല്പങ്ങളെയാണ് നമ്മൾ പ്ലാനിങ് പ്രിമീസസ് എന്ന് പറയുന്നത് അല്ലേ. പ്ലാനിങ് പ്രിമീസസിൻ്റെ എക്സാമ്പിൾ ഫ്യൂച്ചർ ഡിമാൻഡ്, ഭാവിയിൽ എന്തായിരിക്കും ഡിമാൻഡ് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുന്നു. കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കുമോ എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പ്ലാനിങ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു സങ്കല്പങ്ങളെ പ്ലാനിങ് പ്രിമീസസ് എന്നാണ് പറയുന്നത്. ദെൻ വാട്ട് ഈസ് സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്? മാനേജ്മെൻറ്റ് സ്പാൻ എന്നറിയപ്പെടുന്നത് ഒരു മാനേജർക്ക് എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ എണ്ണത്തെയാണ്, മാക്സിമം നമ്പർ ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. മീൻസ് ടോട്ടൽ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് എ മാനേജർ ക്യാൻ കൺട്രോൾ. ഒരു മാനേജർക്ക് നേരിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എംപ്ലോയീസിൻ്റെ എണ്ണത്തെയാണ് നമ്മൾ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ഡ്രോ എ ഓർഗനൈസേഷണൽ ചാർട്ട് ഓഫ് ഡിവിഷണൽ സ്ട്രക്ചർ. ഡിവിഷണൽ സ്ട്രക്ചർ സൂചിപ്പിക്കുന്ന ഒരു ഓർഗനൈസേഷണൽ ചാർട്ട് വരയ്ക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം ഒരു കമ്പനിയിൽ നമുക്ക് പല ഡിവിഷൻസ് ഉണ്ടെങ്കിൽ ടെക്സ്റ്റൈൽസ് ഉണ്ട്, സിമൻ്റ് ഉണ്ട്, ഷിപ്പിംഗ് ഉണ്ട്, അങ്ങനെ 3 ഡിവിഷൻസായിട്ട് തന്നെ തരംതിരിക്കുന്നു. അതിനുശേഷം ഓരോന്നിൻ്റെയും കീഴിൽ പ്രൊഡക്ഷൻ, പർച്ചേസ്, ഫൈനാൻസ്, മാർക്കറ്റിംഗ്, പേഴ്സണൽ എന്ന് പറഞ്ഞ് പല പല ഡിപ്പാർട്ട്മെൻറ്റുകൾ അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറെയാണ് ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ ഡിഫറൻഷിയേറ്റ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഫ്രം ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ രണ്ടും എന്താണെന്ന് എഴുതിയാൽ മതി അല്ലേ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമുക്കറിയാം ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ്സിനെയാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ കറണ്ട് അസറ്റ്സിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ. കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റിയാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദി സം ഓഫ് കമ്പനീസ് കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റിൻ്റെ സമ്മിനെയാണ്, ടോട്ടലിനെയാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമുക്ക് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എക്സസ് ഓഫ് കറണ്ട് അസറ്റ്സ് ഓവർ കറണ്ട് ലയബിലിറ്റീസ് അല്ലേ. അതായത് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, അങ്ങനെയും പറയാം. ഇനി കംപ്ലീറ്റ് ദ ഡയഗ്രാം, താഴെ പറയുന്ന ഡയഗ്രാം പൂർത്തിയാക്കുക. ഫിനാൻഷ്യൽ ഡിസിഷനെ നമ്മൾ 3ആയിട്ടാണ് തരംതിരിക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ബാക്കിയുള്ള 2 ഡിസിഷൻസ് കൂടി എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ. നമ്മുടെ ഫൈനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ. ഓക്കെ. ഇനി നെയിം എനി 2 റീഡ്രസൽ ഏജൻസീസ് അണ്ടർ ദി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന് കീഴിൽ പരാതി പരിഹാര ആയിട്ട് 3 റീഡ്രസൽ ഏജൻസീസ് ആണുള്ളത്. നമുക്കറിയാം ഡിസ്ട്രിക്ട് ഫോറത്തിൽ, സ്റ്റേറ്റ് കമ്മീഷന്, നാഷണൽ കമ്മീഷൻ അല്ലേ. ഏതെങ്കിലും 2 എഴുതാൻ വേണ്ടിയേ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് 6 ക്വസ്റ്റ്യൻസ്, അതായത് 3 മാർക്കിൻ്റെ ഏതെങ്കിലും 6 ക്വസ്റ്റ്യൻസ് എഴുതാനുള്ള സെക്ഷനാണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫോളോവിങ്. ടൈം സ്റ്റഡി എന്താണ്, മോഷൻ സ്റ്റഡി എന്താണ്, ഫറ്റീഗ് സ്റ്റഡി എന്താണെന്നുള്ളത് അല്ലേ. നമുക്ക് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചതാണ്. മോഷൻ സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് മൂവ്മെൻറ്റ് ഓഫ് വർക്കർ. വർക്ക് ചെയ്യുമ്പോൾ ഒരു വർക്കേഴ്സ് എത്ര മൂവ്മെൻറ്റ് കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കണം, ആ മിനിമം മൂവ്മെൻറ്റിനെയാണ്, അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് മോഷൻ സ്റ്റഡി എന്ന് പറയുന്നത്. ടൈം സ്റ്റഡി എന്ന് പറയുമ്പോൾ ഒരു വർക്ക് പൂർത്തിയാക്കാൻ വേണ്ടി ഒരു ആവറേജ് വർക്കർ എടുക്കുന്ന സമയത്തെയാണ് ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. ഫറ്റീഗ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് എമൗണ്ട് ആൻഡ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് ഇൻ്റർവൽസ് റിക്വയർഡ് ഇൻ കംപ്ലീറ്റിംഗ് എ വർക്ക്. ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എത്ര സമയം റെസ്റ്റ് ഇൻ്റർവൽസ്, അവർക്ക് റെസ്റ്റിന് വേണ്ടി സമയം കൊടുക്കണമെന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് ഫറ്റീഗ് സ്റ്റഡി അല്ലേ. ദെൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 3 ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയറമെൻറ്റ്. ബിസിനസ് എൻവയറമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ഏതെങ്കിലും 3 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് എൻവയറമെൻറ്റൽ സ്കാനിങ് ചെയ്തുകൊണ്ടിരുന്നാൽ, എൻവയറമെൻറ്റിനെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ബിസിനസ്സിൻ്റെ പരിസ്ഥിതിയെ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ്സിൽ ഉണ്ടായേക്കാവുന്ന ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഫെസിലിറ്റേറ്റ് സ്ട്രാറ്റജിക് പ്ലാനിങ്, നമുക്ക് നമ്മുടെ മുന്നിലുള്ള ത്രെഡ്സ്, ഭീഷണികൾ, അത്തരം കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലേ. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ സെൻസിറ്റൈസിങ് ദ മാനേജ്മെൻറ്റ്. ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസും ത്രെഡ്സും അതിനെക്കുറിച്ചൊക്കെ മാനേജ്മെൻറ്റിന് മനസ്സിലാകണമെങ്കിലും സെൻസിറ്റൈസ് ചെയ്യണമെങ്കിലും അവർക്ക് ബോധവാന്മാരാക്കണമെങ്കിലും ഈ എൻവയറമെൻറ്റൽ സ്റ്റഡി ആവശ്യമാണല്ലേ. ദെൻ അടുത്തത് റൈറ്റ് എനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ ഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള ഏതെങ്കിലും 3 ഡിഫറൻസസ്. നമുക്കറിയാം ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അത് ഡെലിബറേറ്റ്ലി പ്ലാൻ ചെയ്ത് മാനേജ്മെൻറ്റ് തന്നെ, ടോപ്പ് മാനേജ്മെൻറ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഓർഗനൈസേഷണൽ സെറ്റപ്പാണ്. ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ആളുകൾ തമ്മിലുള്ള സോഷ്യൽ ഇൻട്രാക്ഷൻ, അവർ തമ്മിലുള്ള ഇടപെടൽ, അവരുടെ ഫ്രണ്ട്ഷിപ്പ്, അതിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞ് സ്പോണ്ടേനിയസ് ആയിട്ട് തനിയെ ഉരുത്തിരിഞ്ഞ് വരുന്നതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. രണ്ടാമത്തത് ഇറ്റ് ക്രിയേറ്റഡ് ടു അച്ചീവ് പ്രീ ഡിഫൈൻഡ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. ഒരു ഫോർമൽ ഓർഗനൈസേഷൻ സെറ്റപ്പ് ടോപ്പ് മാനേജ്മെൻറ്റ് മുൻകൈ എടുത്ത് നടപ്പിലാക്കുന്നത് ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയാണല്ലേ. പക്ഷേ ഇൻഫോർമൽ ഓർഗനൈസേഷൻ രൂപം കൊള്ളുന്നത് ഓരോ ജീവനക്കാരുടെയും പേഴ്സണലായിട്ടുള്ള, വ്യക്തിപരമായിട്ടുള്ള അവരുടെ സോഷ്യൽ നീഡ്, സമൂഹവുമായിട്ട് ഒത്തുപോകുക, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക തുടങ്ങിയ അത്തരത്തിലുള്ള സോഷ്യൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ദെൻ അതോറിറ്റി അറൈസസ് ബൈ വെർച്യൂ ഓഫ് പൊസിഷൻ ഇൻ ദി മാനേജ്മെൻറ്റ്. ഒരു ഫോർമൽ ഓർഗനൈസേഷണൽ സെറ്റപ്പിൽ ആർക്കാണ് കൂടുതൽ അധികാരമുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷണൽ സെറ്റപ്പിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന പൊസിഷൻ വഹിക്കുന്ന
അവരുടെ പൊസിഷൻ എന്താണോ അതിനനുസരിച്ചായിരിക്കും അവർക്ക് അധികാരം ഉണ്ടായിരിക്കും അല്ലേ. പക്ഷേ ഇൻഫോർമൽ ഓർഗനൈസേഷൻ അങ്ങനെയല്ല. ഓരോരുത്തരുടെയും പേഴ്സണൽ ക്വാളിറ്റീസ് വെച്ചുകൊണ്ട് ലീഡേഴ്സായിട്ട് അവർ തനിയെ ഉയർന്നു വരികയാണ് ചെയ്യുക അല്ലേ. അത് സ്ഥാപനത്തിലെ പൊസിഷനുമായിട്ട് അതിന് ബന്ധമില്ല. അടുത്ത വാട്ട് ആർ ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഗീവ് ടു എക്സാമ്പിൾ. ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? 2 എക്സാമ്പിൾ എഴുതാണ് പറഞ്ഞിരിക്കുന്നത്. റിക്രൂട്ട്മെൻറ്റ് ഈസ് ഡൺ വിത്തിൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് നടത്തുമ്പോൾ അതിനെ ഇൻറ്റേർണൽ സോഴ്സ് ഉപയോഗിച്ച് റിക്രൂട്ട്മെൻറ്റ് നടത്തുകയെന്ന് പറയും. ഉദാഹരണത്തിന് നമുക്ക് ട്രാൻസ്ഫർ, പ്രൊമോഷൻ, അതെല്ലാം ഇൻറ്റേർണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റിന് ഉദാഹരണങ്ങളാണ്. ദെൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോളിംഗ്. കൺട്രോളിങ്ങിൻ്റെ ഏതെങ്കിലും 3 ലിമിറ്റേഷൻ പറയാണ് പറഞ്ഞിരിക്കുന്നത്. കൺട്രോളിങ്ങിന് നമുക്കറിയാം സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട്. ഒപ്പം തന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് പലതും ഉണ്ടാകും കൺട്രോളിങ്ങിന്. അതായത് ഗവൺമെൻറ്റിൻ്റെ പോളിസി, ടെക്നോളജി ചേഞ്ചസ്, അതൊന്നും നമുക്ക് ബിസിനസ്സിന് നിയന്ത്രണങ്ങളില്ലാത്തതാണ് അല്ലേ. പത്രത്തിലുള്ള ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന്മേൽ നമുക്ക് കൺട്രോൾ ഇല്ല എന്നുള്ളത് കൺട്രോളിങ്ങിൻ്റെ ഒരു ന്യൂനതയാണ്. അടുത്ത റെസിസ്റ്റൻസ് ഫ്രം എംപ്ലോയീസ്. കൺട്രോളിംഗ് എന്ന് പറയുമ്പോൾ എംപ്ലോയീസിനെ അവർക്ക് പ്രതിരോധത്തിലാകും, അല്ലെങ്കിൽ അവർ ഇത്തരം കാര്യങ്ങളെ എതിർക്കാനുള്ള സാധ്യതയുണ്ട്. അവരെ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ഏതെങ്കിലും CCTV ക്യാമറ വയ്ക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വയ്ക്കുമ്പോൾ അത് അവരുടെ പ്രൈവസി ബാധിക്കുമെന്നും, അപ്പോൾ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളൊന്നും എംപ്ലോയീസ് ഇഷ്ടപ്പെടുന്നില്ല, അവർക്ക് അതിനുള്ള എതിർപ്പുണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതും കൺട്രോളിങ്ങിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ദെൻ വാട്ട് ഈസ് ഫിക്സഡ് ക്യാപിറ്റൽ? റൈറ്റ് എനി 4 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റിക്വയർമെൻറ്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ. എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഫിക്സഡ് അസറ്റുകൾ വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്യാപിറ്റലിനെയാണ് ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അല്ലേ. ബ്ലോക്ക്ഡ് ക്യാപിറ്റൽ എന്നും പറയും. അത് കുറേ കാലത്തേക്ക് അത് ഉപയോഗിക്കേണ്ട ഒരു ക്യാപിറ്റലാണ്. അപ്പോൾ അതായത് ഒരു ബിസിനസ്സിന് അതിന് ഏതൊക്കെ കാര്യങ്ങളാണ് ഈ ഫിക്സഡ് ക്യാപിറ്റലിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിസിനസ്സിൻ്റെ നേച്ചർ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അതായത് ഒരു കമ്പനിക്ക് എത്രമാത്രം ഫിക്സഡ് ക്യാപിറ്റൽ ആവശ്യമുണ്ടെന്നുള്ളത് എത്രമാത്രം അത് ഫിക്സഡ് അസറ്റുകൾ വാങ്ങുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു അല്ലേ. അതൊരു മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ കൂടുതൽ ഫിക്സഡ് ക്യാപിറ്റൽ മുടക്കേണ്ടി വരും, കാരണം അവർക്ക് കൂടുതൽ മെഷീനറി മറ്റാവശ്യമായിട്ട് വരും. ട്രേഡിംഗ് കൺസേൺ ആണെങ്കിൽ കുറച്ച് മതി അല്ലേ, കാരണം അവർക്ക് അവിടെ കടയിൽ വെച്ച് സാധനങ്ങൾ വിൽക്കുന്നത് മാത്രമേ ഉള്ളൂ അല്ലേ. ദെൻ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ്. വലിയൊരു ബിസിനസ് ആണെങ്കിൽ കൂടുതൽ ഫിക്സഡ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും. ദെൻ അടുത്തത് ചോയ്സ് ഓഫ് ടെക്നിക്സ്. നമ്മൾ ഏത് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത്. ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ടെക്നിക്ക് ആണെങ്കിൽ നമുക്ക് കുറച്ച് ഫിക്സഡ് ക്യാപിറ്റൽ മതി. പക്ഷേ നമ്മൾ കൂടുതൽ മെഷീൻസ് ഒക്കെ ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രി ആണെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ കൂടുതൽ വേണം. ടെക്നോളജി അപ്ഗ്രേഡേഷൻ. കൂടുതൽ ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജി ഒബ്സലേറ്റ് ആയി പോകുന്നത്, പെട്ടെന്ന് കാലഹരണപ്പെട്ടു പോകുന്നതാണെങ്കിൽ പുതിയ ടെക്നോളജി വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് ക്യാഷ് ആവശ്യമുണ്ടല്ലേ. അപ്പോൾ ആ സമയത്തൊക്കെ ഫിക്സഡ് അസറ്റ് നമുക്ക് കൂടുതൽ ആവശ്യമാണ്, ഫിക്സഡ് ക്യാപിറ്റൽ കൂടുതൽ ആവശ്യമാണ്. ദെൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 3 റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലെ കൺസ്യൂമേഴ്സിൻ്റെ 3 അവകാശങ്ങൾ, റൈറ്റ്സ് പറയാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ഇൻഫോംഡ്, റൈറ്റ് ടു ചൂസ് അല്ലേ. അതായത് അവർ വാങ്ങുന്ന ആ ഒരു പ്രൊഡക്റ്റ് അത് അവർക്ക് ഹാംഫുൾ ആയിരിക്കരുത്, അവരുടെ ലൈഫിനോ അവരുടെ ഹെൽത്തിനോ ഹസാഡസ്, അവർക്ക് ദ്രോഹമുണ്ടാക്കുന്നതായിരിക്കരുത് അല്ലേ. അതിനുള്ള ഒരു അവകാശം ഓരോ ഉപഭോക്താവിനുമുണ്ട്. ദെൻ റൈറ്റ് ടു ഇൻഫോംഡ്. അവർ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ, ഡേറ്റ് ഓഫ് മാനുഫാക്ചർ, എന്നാണ് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത്, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് അല്ലേ, പ്രൈസ്, ക്വാളിറ്റി, അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും അറിയാനുള്ള അവകാശം ഉപഭോക്താവിനുണ്ട്. ദെൻ റൈറ്റ് ടു ചൂസ്. വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സിൽ നിന്ന് പലതരത്തിലുള്ള പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കാനുള്ള ഒരവകാശം അവർക്കുണ്ടല്ലേ. അപ്പോൾ അത് റൈറ്റ് ടു ചൂസ് ആണ്. ദെൻ അടുത്തത് 5 ക്വസ്റ്റ്യൻസ് എഴുതണം, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. കംപ്ലീറ്റ് ദ ഡയഗ്രാം ഓഫ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ദി 3 ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. നമുക്കറിയാം ദർ ആർ 3 ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. ഓപ്പറേഷൻ ലെവൽ മാനേജ്മെൻറ്റ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അല്ലേ. ഏറ്റവും ടോപ്പിൽ വരുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആണ്. അപ്പോൾ അത് ആരൊക്കെയാണ് അതിലടങ്ങിയിരിക്കുന്നത് തുടങ്ങിയ ഷോർട്ട് നോട്ടോടെ എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജിംഗ് ഡയറക്ടർ, ജനറൽ മാനേജർ, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഒക്കെ അടങ്ങിയിരിക്കും. അതിന് ഹയർ ലെവൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് എന്നും പറയും. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് ആണ് വരുന്നത്, അതായത് പ്രൊഡക്ഷൻ മാനേജർ, സെയിൽസ് മാനേജർ, പേഴ്സണൽ മാനേജർ എക്സെട്ര. ദെൻ മൂന്നാമത്തെ ലെവലിലേക്ക് വരുമ്പോൾ അവിടെ ഫോർമെൻ, സൂപ്പർവൈസേഴ്സ്, ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസേഴ്സ്, സെയിൽസ് ഓഫീസേഴ്സ്, അങ്ങനെ റൊട്ടീൻ ഫംഗ്ഷൻസ് കൈകാര്യം ചെയ്യുന്ന ആളുകളെ നിയന്ത്രിക്കുന്ന മാനേജേഴ്സാണ് അവിടെ വരിക. ദെൻ എക്സ്പ്ലെയിൻ എനി 5 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഉണ്ട്. നമ്മളതിൽ ഏതെങ്കിലും ഒരു 4 എഴുതാനാണ്, വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ഓഫ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിന്,
അപ്പോൾ തന്നെ യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷന്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും 4 അല്ലെങ്കിൽ 5 എത്രയാണോ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അത്രയും പ്രിൻസിപ്പിൾസ് എഴുതുക. ഇവിടെ 5 പ്രിൻസിപ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ മാച്ച് ദ ഫോളോവിങ്, താഴെ പറയുന്നത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈനാൻഷ്യൽ പ്ലാൻ ഫോർ ഫ്യൂച്ചർ, നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഫൈനാൻഷ്യൽ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ബഡ്ജറ്റാണ് അല്ലേ. ദെൻ പ്ലാൻസ് ഡു നോട്ട് റിപ്പീറ്റഡ് ഇൻ ഫ്യൂച്ചർ, ഭാവിയിൽ റിപ്പീറ്റ് ചെയ്യാത്ത ഒരു തവണത്തേക്ക് മാത്രം ഉപയോഗിക്കുന്ന പ്ലാനുകൾ നമ്മൾ സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറയും. പ്ലാൻ ഫോർ റെഗുലർ ആക്ടിവിറ്റി, റെഗുലറായിട്ട് നമ്മൾ ആക്ടിവിറ്റിക്ക് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തു വരിക്കുന്നത്, അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആവർത്തിച്ച് വരുന്ന ആ ഒരു പ്ലാനിങ് രീതി നമ്മൾ സ്റ്റാൻഡിങ് പ്ലാൻ എന്ന് പറയും. അസംഷൻസ് അബൌട്ട് ദി ഫ്യൂച്ചർ, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള അസംഷൻ അത് പ്ലാനിങ് പ്രമീസസ് ആണ്, നമ്മൾ കണ്ടതാണ് കുറച്ച് മുമ്പ് അല്ലേ. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്ലാനിങ്ങിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആണ് അല്ലേ. Then, according to Professor Abraham Maslow, within every human being there exists a hierarchy of 5 needs. അതായത് മാസ്ലോസ് നീഡ് ഹയറാർക്കിയാണ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാസ്ലോയുടെ നീഡ് ഹയറാർക്കിയിൽ ഏതൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഫിസിയോളജിക്കൽ നീഡുണ്ട്, സേഫ്റ്റി നീഡുണ്ട്, സോഷ്യൽ നീഡുണ്ട്, എസ്റ്റീം നീഡുണ്ട്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡുണ്ട് അല്ലേ. അപ്പോൾ ഈ 5 കാര്യങ്ങൾ എഴുതി വയ്ക്കുക. അതിൻ്റെ ആ ഒരു പിക്ചറോടെ വരച്ച് വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. പിക്ചറോടെ വരച്ച് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് 5 മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് ലഭിക്കും. ദെൻ വാട്ട് ഈസ് ക്യാപിറ്റൽ സ്ട്രക്ചർ? ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്? ക്യാപിറ്റൽ സ്ട്രക്ചറിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ റെഫേഴ്സ് ടു ദി മിക്സ് ബിറ്റ്വീൻ ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്. അതായത് ബോറോഡ് ഫണ്ട് ഉപയോഗിക്കണോ ഓണേഴ്സ് ഫണ്ട് ഉപയോഗിക്കണോ അതിനെക്കുറിച്ചുള്ള ഡിസിഷനാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻ. നമുക്ക് ഡിബഞ്ചറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്യാപിറ്റൽ സമാഹരിക്കാം, നമുക്ക് പ്രിഫറൻസ് ഷെയറുകൾ ഉപയോഗിക്കാം, ഇക്വിറ്റി ഷെയറുകൾ ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഡെപ്റ്റ് ഇക്വിറ്റി മിക്സിനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലേ. ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. അത് ക്യാഷ് ഫ്ലോ പൊസിഷൻ ആകാം, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആകാം, ടാക്സ് റേറ്റ് ആവാം അല്ലേ. അങ്ങനെ പലതരത്തിലുള്ള ഡിസിഷൻസ് പറയാറുണ്ട്. പലതരത്തിലുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഡിസൈഡ് ചെയ്യുന്നത്. റിസ്ക് കൺസിഡറേഷൻ ഉണ്ട്, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, കൺട്രോൾ ഉണ്ട്, റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഉണ്ട്. അപ്പോൾ എസ് ഐ സംബന്ധിച്ച് നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എഴുതി വയ്ക്കാവുന്നതാണ്. ദെൻ വാട്ട് ആർ ദി കൺസിഡറേഷൻ ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ് വൈൽ ചൂസിങ് എ ബ്രാൻഡ് നെയിം? ഒരു ബ്രാൻഡ് നെയിം നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടതാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആ ബ്രാൻഡ് നെയിം ഷുഡ് ബി ഷോർട്ട്, പരമാവധി ഷോർട്ട് ആയിരിക്കണം, പ്രൊണൗൺസ് ചെയ്യാൻ എളുപ്പമായിരിക്കണം, ആളുകൾ പെട്ടെന്ന് തിരിച്ചറിയണം. ഉദാഹരണത്തിന് പോൺസ്, VIP, റിൻ, വിം എക്സെട്ര. ദെൻ ബ്രാൻഡ് ഷുഡ് സജസ്റ്റ് ദ പ്രൊഡക്റ്റ് ബെനിഫിറ്റ് ആൻഡ് ക്വാളിറ്റീസ്. ഒരു പ്രൊഡക്റ്റിൻ്റെ ബെനിഫിറ്റിനെ സൂചിപ്പിക്കുന്ന ഒരു ബ്രാൻഡ് നെയിം ആണെങ്കിൽ അത് നല്ലതാണ്. ദെൻ ബ്രാൻഡ് നെയിം ഷുഡ് ബി ഡിസ്റ്റിങ്റ്റീവ്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പേരായിരിക്കണം. ദ ബ്രാൻഡ് നെയിം ഷുഡ് ബി അഡാപ്റ്റബിൾ ടു പാക്കിംഗ് ആൻഡ് ലേബലിംഗ് റിക്വയർമെൻറ്റ്. നമ്മൾ ലേബലിങ്ങും പാക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പുറത്ത് ബ്രാൻഡ് നെയിം എഴുതി വെക്കേണ്ടതാണ്. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു ബ്രാൻഡ് നെയിം ആയിരിക്കണം അല്ലേ. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് എഴുതുക. ദെൻ നമുക്ക് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഇൻ പ്രോസസ് ഓഫ് സെലക്ഷൻ. സെലക്ഷൻ്റെ സ്റ്റെപ്പാണ് ചോദിച്ചിരിക്കുന്നത്. സെലക്ഷൻ്റെ സ്റ്റെപ്പിൽ നമുക്ക് അറിയാവുന്ന വളരെ ഈസി ആയിട്ടുള്ള എസ് ആയിരുന്നു. ആപ്ലിക്കേഷൻ സ്ക്രൂട്ടിനി നടത്തുക, പ്രിലിമിനറി ആയിട്ടുള്ള ഇൻ്റർവ്യൂ നടത്തുക, ബ്ലാങ്ക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോം അവരെ കൊണ്ട് ഫില്ലപ്പ് ചെയ്ത് വാങ്ങിക്കുക. ദെൻ ടെസ്റ്റുകൾ നടത്തുക. ടെസ്റ്റുകൾ നോർമൽ ട്രേഡ് ടെസ്റ്റ് ആകാം, പെർഫോം ടെസ്റ്റ് ആകാം, അപ്പം തന്നെ ഫിസിയോളജിക്കൽ ടെസ്റ്റ് ആകാം, അങ്ങനെ പലതരത്തിലുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റ് ആകാം, അങ്ങനെ പലതരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്. അതിൽ ആപ്റ്റിറ്റ്യൂഡ്, ഇൻ്റലിജൻസ്, ബിഹേവിയറൊക്കെ നോക്കുന്ന സൈക്കോളജിക്കൽ ടെസ്റ്റ്. ഇൻ്റർവ്യൂ നടത്തുന്നു, ഏതെങ്കിലും കുറേ ആളുകളിൽ നിന്ന് ചെക്കിങ് റെഫറൻസ് എടുക്കുന്നു. ദെൻ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നു, ഫൈനൽ സെലക്ഷൻ എടുക്കുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ സെലക്ഷൻ്റെ ആ ഒരു സ്റ്റെപ്പുകൾ ആ ഓർഡറിൽ തന്നെ, സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഈ ഓർഡറിൽ തന്നെ അത് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ദെൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 4 മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ്സ്. മോണിറ്ററി ഇൻസെൻറ്റീവും നോൺ മോണിറ്ററി ഇൻസെൻറ്റീവും ഉണ്ട്. അതിൽ 4 വീതം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഏതെങ്കിലും 4 എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സിൽ പേ ആൻഡ് അലവൻസ്, പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് വേജസ്, ബോണസ്, പ്രോഫിറ്റ് ഷെയറിങ് അങ്ങനെ വരുന്നുണ്ട്. അതുകൂടാതെ നോൺ മോണിറ്ററിയിൽ നമുക്ക് സ്റ്റേറ്റസ്, റെക്കഗ്നീഷൻ, ജോബ് എൻറിച്ച്മെൻറ്റ്, കരിയർ അഡ്വാൻസ്മെൻറ്റ്, ജോബ് സെക്യൂരിറ്റി. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഏതെങ്കിലും 4 നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തെഴുതുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്കറ്റിംഗ് മിക്സ് ആയിരുന്നു. മാർക്കറ്റിംഗ് മിക്സിലേക്ക് വരുമ്പോൾ മാർക്കറ്റ് മിക്സ് എന്താണെന്ന് എഴുതണം. ഒപ്പം തന്നെ മാർക്കറ്റ് മിക്സിൽ അടങ്ങിയിരിക്കുന്ന 4 P's അല്ലേ, 4 കാര്യങ്ങൾ: പ്രൊഡക്റ്റ് മിക്സ്, പ്രൈസ് മിക്സ്, ഒപ്പം തന്നെ പ്ലേസ് മിക്സ്, പ്രൊമോഷൻ മിക്സ്, അങ്ങനെ 4 കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും വേണം. അപ്പോൾ ഇത്രയുമായിരുന്നു എസ് എ വന്നത്. അപ്പോൾ ബിസിനസ് സ്റ്റഡീസിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ 2 ഭാഗങ്ങളായിട്ട് നമ്മുടെ പ്ലേലിസ്റ്റിൽ ലിങ്ക് കിടപ്പുണ്ട്. ഒപ്പം തന്നെ ഓരോ ക്ലാസ്സുകളും പരമാവധി ഷോർട്ടായിട്ടുള്ള ആൻസേഴ്സ് ഉൾപ്പെടെ നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ നിങ്ങൾ കാണാൻ വേണ്ടി ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന പ്ലേലിസ്റ്റ് ലിങ്ക് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്